താൻ മുൻകൂട്ടി ബാഗിൽ കരുതിയിരുന്ന ഒരു പഴയ മൊബൈൽ ചാർജറിനുള്ളിൽ ഘടിപ്പിച്ച ഇലക്ട്രിക് ഡിറ്റണേറ്റർ അയാൾ ദർശിതയുടെ വായിലേക്ക് ബലം പ്രയോഗിച്ച് തിരികെ കയറ്റി. തുടർന്ന് അതിലേക്ക് ഹൈ വോൾട്ടേജ് വൈദ്യുതി കടത്തിവിട്ട് അയാൾ അത് സ്ഫോടനത്തിലൂടെ പൊട്ടിച്ചു. ഭീകരമായ ആ സ്ഫോടനത്തിൽ ദർശിതയുടെ മുഖവും തലയും പൂർണ്ണമായി തകർന്നു. ചോരയിൽ കുളിച്ച മൃതദേഹത്തിൽ നിന്നും അവശേഷിച്ച പണവും സ്വർണവുമായി സിദ്ധരാജു അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. എന്നാൽ നിയമത്തിന്റെ കണ്ണിൽ നിന്നും രക്ഷപ്പെടാൻ ആ കൊടും കുറ്റവാളിക്ക് കഴിഞ്ഞില്ല. കൃത്യമായ അന്വേഷണത്തിലൂടെ ഇരിക്കൂർ പോലീസും കർണാടക പോലീസും ചേർന്ന് ക്രൂരനായ കാമുകൻ സിദ്ധരാജുവിനെയും പണം തട്ടിയെടുത്ത മന്ത്രവാദി മഞ്ജുനാഥിനെയും ഇരുമ്പഴിക്കുള്ളിലാക്കി. പ്രണയത്തിന്റെ പേരിലുള്ള അന്ധമായ വിശ്വാസവും പണത്തോടുള്ള ആർത്തിയും അന്ധവിശ്വാസങ്ങളും ചേർന്നപ്പോൾ ഒരു കുടുംബം തകർന്നു. ഒടുവിൽ ഒരു സ്ത്രീക്ക് ദാരുണമായ അന്ത്യവും. ചോരച്ചതി ചെയ്തവർക്ക് ജയിലും വിധിക്കപ്പെട്ടപ്പോൾ ഈ ലോകത്ത് പൂർണ്ണമായും അനാഥമായി പോയത് ഒരൊറ്റ തെറ്റും ചെയ്യാത്ത ആ 2.5 വയസ്സുകാരൻ കുഞ്ഞു മാത്രമായിരുന്നു.